ഹലോ, കർമ്മനിയമത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർമ്മനിയമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. നമ്മുടെ എല്ലാ റിലീജിയസ് ആയിട്ടും അത് പഠിപ്പിക്കുന്നതാണ്. കർമ്മനിയമങ്ങളെക്കുറിച്ച് എല്ലാ ട്രഡീഷനുകളിലും റിലീജിയസ് ആയിട്ടും രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ ചുരുക്കിയായിട്ട് പറയുകയാണെങ്കിൽ നീ വിതച്ചത് നീ തന്നെ കൊയ്യും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പണ്ടത്തെ ആളുകൾക്ക് ഈ കർമ്മനിയമം പറഞ്ഞാൽ അവർക്ക് സാധാരണ അതിൻ്റെ ഒരു തിയറി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ വിതച്ച് അവർ കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യുമെന്നുള്ള വളരെ ലാളിത്യത്തോടു കൂടി അതിനെ ഒരു വാക്കിലൊതുക്കിയത്. ആക്ച്വലി ഈ പ്രകൃതി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഓരോ സ്പന്ദനങ്ങളെയും നമ്മുടെ ഓരോ ചിന്തകളെയും ഓരോ ശബ്ദങ്ങളെയും പറച്ചിലുകളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെയും അത് സൂക്ഷ്മമായി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ പറയുമ്പോൾ അത്ര പെട്ടെന്ന് അത് അങ്ങോട്ട് വിശ്വസനീയമായിട്ട് തോന്നില്ല. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെ പ്രതിപ്രവർത്തനമുണ്ട് എന്നുള്ളത് നമ്മൾ ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ട് തന്നെ പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ചില തിയറികളൊക്കെ അറിയാം. അപ്പോൾ എന്ത് നാം പ്രവർത്തിച്ചാലും അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയുന്നത് പോലെ തന്നെയാണ്. നമ്മളൊരു വിത്തുകൾ വിതച്ചാൽ അതിൽ നിന്ന് കൊയ്ത് എടുക്കാം നമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിലോ നല്ല ഫലങ്ങൾ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ തിന്മയുടെ വിത്താണെങ്കിലോ ഒരു കയ്പ്പ് നിറഞ്ഞ ശരീരത്തിന് ദോഷം ചെയ്യുന്ന വിത്താണ് നമ്മൾ വിതച്ചതെങ്കിലോ അതുമോ ഫലമുണ്ടാകുക, അതുപോലത്തെ ഫലം തന്നെ ഉണ്ടാവുക. അതുപോലെ നമ്മളൊരു ഒരു നന്മയല്ലാത്ത ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു സീഡായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രകൃതിയിൽ നമ്മളൊരു സീഡ് ഇടുകയാണ്, ഒരു തിന്മയുടെ സീഡ് അല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ സീഡ് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് അതിൻ്റെ ഫലം തന്നെ അത് വളർന്നു വലുതായി അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒരു ഫലമല്ല കിട്ടുക എന്ന് അറിയാലോ. ഒരു വിത്ത് വിതച്ചാൽ അതിൽ നിന്ന് ഒട്ടനവധി ധാന്യങ്ങളാണ് കിട്ടുക, ഒട്ടനവധി തവണകളാണ് കിട്ടുക. അപ്പോൾ ഒരു മാവിൻ്റെ കുരു കുഴിച്ചിട്ടാൽ അതുമേ ആ മാങ്ങ ഒരു മാങ്ങയായിട്ടല്ല വരിക, ഒട്ടനവധി മാങ്ങകളും ഒട്ടനവധി സീസണുകളിൽ നമുക്ക് മാങ്ങ ലഭ്യമാകും. അത് ഏത് തരത്തിലുള്ള മാങ്ങയാണോ നമ്മൾ സീഡ് പ്ലാന്റ് ചെയ്തതെങ്കിൽ അതേ മാങ്ങ തന്നെയാണ് അതുമുണ്ടാവുക, വേറൊരു തരത്തിലുള്ള മാങ്ങയല്ല. പപ്പായയുടെ സീഡ് ഇട്ടാൽ നമുക്ക് പേരക്കായ പൊട്ടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള വിത്താണോ നാം വിതച്ചത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ജീവിതക്രമങ്ങൾ. നമ്മൾ കഴിഞ്ഞ മുന്നേ ചെയ്ത പ്രവർത്തികളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്ഥിതി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭാവി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും ഒക്കെ ചെയ്യേണ്ടത് നന്മയുടെ വിത്തുകൾ, സഹായത്തിൻ്റെ വിത്തുകൾ, വിശക്കുന്നവന് എന്തെങ്കിലും കരുതൽ ചെയ്യാം. നമുക്ക് കഷ്ടപ്പെടുന്നവരും ദുരിതമനുഭവിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു പോയ ഈ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത കാലത്തുണ്ടായ അപകടങ്ങളെ അല്ലെങ്കിൽ ആ കർമ്മദോഷങ്ങളെ നമുക്ക് തരണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് വിശക്കുന്നവന് ഭക്ഷണം നൽകാം. അതുമാതിരി മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാത്തവന് കുറച്ച് പണം കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഫീസ് അടയ്ക്കാനില്ലാതെ വിഷമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കുക. അങ്ങനെ ഈ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് അന്വേഷിച്ച് ഇത് ചാരിറ്റബിളായിട്ട് നടക്കുന്ന സംഘടനകൾക്ക് മാത്രം കൊണ്ടുപോയി ഫണ്ട് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലൊന്നും കൊണ്ടുപോയി പണം ചാക്കിൽ കൊണ്ടിട്ടാലും അതിൻ്റെ ഗുണം അവിടെ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാവാം. നമുക്ക് ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും ഒരുപാട് കഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതായിട്ടുള്ള ഒരുപാട് സമൂഹമുണ്ട് എന്നുള്ളത് കണ്ണ് തുറന്നു നോക്കിയാൽ ശരിയായ രീതിയിലൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കുക എന്നുണ്ട്, ഹു ഈസ് ഡിസർവ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കർമ്മിക് ലോ. നമ്മൾ വേണ്ട സ്ഥലത്താണ് നമ്മളത് കൊടുക്കേണ്ടത്. അല്ലാതെ അർഹതപ്പെട്ടുന്ന എനിക്ക്
തിരിച്ച് ലഭിക്കുന്ന സ്ഥലത്തെ ഞാൻ കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് ഒരു സീഡല്ല. ആക്ച്വലി നമ്മളില്ലാത്തവന് ഒരു സഹായം ചെയ്യുമ്പോൾ അതൊരു വിത്തായിട്ട് അവിടെ മാറുകയും അത് പല തവണകളായിട്ട് നമ്മളിലേക്ക് പല മടങ്ങുകളായിട്ട് നമുക്ക് തിരികെ ലഭിക്കുന്നത് നമുക്ക് കാണാം. അതിനു വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ മറിച്ച് നാം ചെയ്യുന്ന നന്മകൾ ഒക്കെ ഒരു വിത്തിൻ്റെ ബലം ചെയ്യുകയും അതിൽ നിന്ന് നല്ല കായ്കനികൾ നല്ല ഫലങ്ങൾ ലഭിക്കുകയും സഹായം ചെയ്യുന്നവന് പിന്നീട് വേറെ സമയങ്ങളിൽ അതേപോലെ വലിയ വലിയ സഹായങ്ങൾ ലഭിക്കുന്നതും. നേരെ വിപരീതമായി ഒരാൾക്ക് എതിരെ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പല മടങ്ങായിട്ട് അവരിൽ അല്ലാതെ വേറെ എവിടെ നിന്നൊക്കെ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നതായിട്ടും കാണാം. അത് ഈ പ്രകൃതിയുടെ ഒരു അലിഖിത നിയമമാണ്. പ്രകൃതിയിലെ അടിസ്ഥാനപരമായ അണ്ടർലൈൻഡ് പ്രിൻസിപ്പിളാണ് ദ ലോ ഓഫ് കർമ്മ, ദ ലോ ഓഫ് കോൺസിക്വൻസസ്. ഈ ലോ ഓഫ് കർമ്മയെ നമുക്ക് നല്ല രീതിയിലും ചീത്ത രീതിയിലും മനസ്സിലാക്കാം. ചീത്ത രീതിയിലാണെങ്കിൽ നാം ചെയ്യുന്ന തെറ്റുകളൊക്കെ നമുക്ക് അത് പല മടങ്ങായിട്ട് നമുക്കത് അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പരിണത ഫലം നമുക്കുണ്ടാവും, അതിൻ്റെ ബാക്ക് ഫയർ നമുക്കുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ പല മടങ്ങായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്കത് തിരികെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ ഒരുപാട് പേരെ സഹായിച്ചു, ഒരുപാട് പേർക്ക് അവരുടെ വിഷമങ്ങൾ തീർക്കാൻ സഹായിച്ചു, പക്ഷേ എനിക്ക് ഒരു വിഷമം വന്നപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് പറയുന്നത് കാണാം. അതിന് അതിൻ്റെ ഒരു തക്ക സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു ചെടി വളർന്ന് അത് സീഡ് അതിൻ്റെ വേരുകളായി അത് മുകളിലേക്ക് പടർന്ന് അത് ഏറ്റവും ശരിയായിട്ടുള്ള സമയം വരുമ്പോൾ അതിൽ ധാരാളം കായ്കനികൾ പഴങ്ങൾ വരുന്നത് പോലെ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള സമയത്ത് നാം ചെയ്ത നന്മകൾക്ക് അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. മാത്രമല്ല നമുക്ക് കാർമിക് ആയിട്ടുള്ള ഡെപ്റ്റുകൾ നാം ചെയ്ത പല തെറ്റുകളുടെയും പരിണത ഫലങ്ങൾ അനുഭവിക്കാതിരിക്കാനായിട്ട് കർമ്മ നിയമത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് നന്മകൾ ചെയ്യാം. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കാം. മറ്റു പല രീതികളിൽ കഷ്ടപ്പെടുന്നവർക്ക് പണമായിട്ട് കൊടുക്കേണ്ടവർക്ക് ചെറിയൊരു അവനവന് കഴിയുന്ന പണം നമുക്ക് അവർക്ക് സംഭാവന ചെയ്യാം, സഹായിക്കാം. അങ്ങനെ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് ഒരാൾ റോട്ടിൽ വീണ് കിടക്കുമ്പോൾ അയാളൊന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുക, ഇതൊക്കെ നന്മകളുടെ ഭാഗം തന്നെയാണ്. ലോഡ് ഓഫ് കർമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രകൃതി ഇതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നാം അത് കാണുന്നില്ല, പ്രകൃതി കാണുന്നില്ല എന്നല്ല കരുതേണ്ടത്. നാം എത്ര സ്വകാര്യമായി ചെയ്താലും നന്മ ചെയ്താലും തിന്മ ചെയ്താലും ആ പ്രകൃതി അതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി. കർമ്മനിയമത്തെ മനസ്സിലാക്കണം. ഇന്നു മുതൽ നമുക്ക് വളരെ നന്മയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം, നന്മയുള്ള കാര്യങ്ങൾ മാത്രം പറയാം, നന്മയുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കാം. കർമ്മനിയമം തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനം അതിനനുസരിച്ചാവട്ടെ. നിങ്ങൾക്ക് യോഗ പ്രാണവിദ്യയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഈ കർമ്മനിയമത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഗോൾഡൻ റൂളുകൾ അങ്ങനെയുള്ള മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഒക്കെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കുറേയും വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.